സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാംഗോ ഹൽവ ആണ്. സ്വീറ്റും ടേസ്റ്റിയുമായ ഈ മാംഗോ ഹൽവ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. 700 ഗ്രാം തൂക്കം വരുന്ന ഒരു മാങ്ങ ആണ് ഹൽവായ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തൊലിയൊക്കെ ചെത്തി ക്ലീനാക്കി പീസുകളാക്കി എടുത്തുകൊണ്ട് വരാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ പൾപ്പാക്കി എടുക്കണം. കട്ടകൾ ഒട്ടും തന്നെ ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അതുപോലെ നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് നാരുള്ളതാണെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഒരു സ്റ്റെയിനറിൽ അരിച്ചെടുക്കണം. 1-2 കാര്യങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. ആദ്യമായി ഹൽവ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ട്രേ നെയ്യ് കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒരു ബ്രഷ് കൊണ്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മെഷറിംഗ് കപ്പിന് 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഈ കോൺഫ്ലവർ എടുക്കാനില്ലെങ്കിൽ പകരമായിട്ട് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. 1/2 കപ്പ് കോൺഫ്ലവറിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കട്ടകൾ ഒട്ടുമില്ലാതെ ഒരു സ്പൂണ് കൊണ്ട് നല്ലവണ്ണം കലക്കിയെടുക്കണം. ഈ രീതിയിൽ നല്ലവണ്ണം കട്ടകളില്ലാതെ കലക്കിയെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറെ ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവറെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലവണ്ണം കട്ട കെട്ടാതെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് കൈ എടുക്കാതെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറുകി വരുന്ന സമയത്ത് 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് നോർമൽ മധുരമാണ്. കൂടുതൽ മധുരം വേണ്ടിയവർ ഒരു 1/4 കപ്പോ 1 കപ്പോ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മാങ്ങയുടെ മധുരം കൂടി നോക്കി വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. പഞ്ചസാര ചേർത്ത് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ 3.5 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹലുവ പാത്രത്തിൽ നിന്നും വിട്ടു വരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1/2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് ഒന്നും കൂടി നല്ലവണ്ണം ഇളക്കിയെടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം പാത്രത്തിൽ നിന്നും വിട്ടു വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതും ബദാം ക്രഷ് ചെയ്തതും കുറച്ച് ഉണക്കമുന്തിരിങ്ങയും വെള്ള എള്ളും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി ഒന്നെടുക്കണം. അതിനുശേഷം നേരത്തെ നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് കുറച്ച് നട്ട്സുകളെല്ലാം നിരത്തി കൊടുക്കാം. ബദാമും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയും കുറച്ച് വെള്ള എള്ളും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഹലുവ ഇട്ട് കൊടുക്കാം. ഹലുവ ട്രേയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പൂണ് കൊണ്ട് നല്ലവണ്ണം ലെവലാക്കി എടുക്കണം. ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇത് തണുത്ത് സെറ്റായി വരാൻ വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ ഇത് ട്രേയിൽ നിന്ന് നമുക്ക് ഒരു പ്ലേറ്റിലിട്ട് മാറ്റാം.
ഹൽവ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ മാങ്ങ ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായി നമ്മൾക്ക് ഇത് വീട്ടിലുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഈ മാങ്ങാ സീസൺ കഴിയുന്നതിന് മുമ്പ് നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.